വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിക്കുകയും പണവും സ്വർണവും തട്ടുകയും ചെയ്തുവെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തതിനെ തുടർന്ന് തിരൂരിലെ മാധ്യമപ്രവർത്തകൻ ഒളിവിൽ. തിരൂരിലെ ചാനൽ ക്യാമറാമാനായ താനാളൂർ സ്വദേശി അബ്ദുൽ കലാം ആസാദാണ് ഒളിവിൽ പോയത്. പാലക്കാട് സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയെ തുടർന്ന് താനൂർ പോലീസാണ് ആസാദിനെതിരെ കേസെടുത്തിട്ടുള്ളത്. കോട്ടക്കലിൽ ജോലി ചെയ്യുന്ന യുവതിയെ ടെലിഫോണിലൂടെ പരിചയപ്പെട്ട ശേഷം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് കേസ്. 1.5 ലക്ഷം രൂപയും 2.5 പവൻ സ്വർണവും തട്ടിയെടുത്തതായും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. രജിസ്റ്റർ വിവാഹം നടത്താമെന്ന് വിശ്വസിപ്പിച്ചാണ് തന്നെ ആസാദ് പീഡിപ്പിച്ചതെന്ന് യുവതി M5 ന്യൂസിനോട് പറഞ്ഞു. ഞാൻ ഒരാൾ മാത്രമല്ല, ഇതിനു മുമ്പും ഒരുപാട് സ്ത്രീകളായിട്ട് ഇതുപോലെ വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്, പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. ലൈഫ് ലോങ് ആരും അറിയാതെ കൊണ്ടു നടക്കാനായിരുന്നു പുള്ളിയുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്ന ആ വ്യക്തിക്ക് നിലവിൽ ഭാര്യയും മക്കളും എല്ലാം ഉണ്ട്. ക്യാഷായിട്ട് പൈസ അവിടെ നിന്ന് തന്നെ ഞാൻ അയച്ചു കൊടുക്കും. പിന്നെ ഗോൾഡ് ഉണ്ടായിരുന്നു, അത് പുള്ളിക്ക് അവിടെ വെച്ചിട്ട് തന്നെ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം ഊരി കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. മാസം മുൻപാണ് യുവതി ആസാദിനെ പരിചയപ്പെടുന്നത്. ചാനലിൽ വന്ന വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശം അറിയാൻ വിളിച്ചതിനു പിന്നാലെ ആസാദ് സൗഹൃദം സൃഷ്ടിക്കുകയും ബന്ധം ഊട്ടിയുറപ്പിക്കുകയുമായിരുന്നുവത്രേ. രജിസ്റ്റർ വിവാഹം നടത്താമെന്നും ബന്ധം തുടരാമെന്നുമായിരുന്നു വിശ്വസിപ്പിച്ചിരുന്നത്. ഞാൻ ആസാദിനെ പരിചയപ്പെടുന്ന ഒരു 8 മാസം മുമ്പാണ്, ഒരു ഒക്ടോബർ മാസത്താണ് 7 മാസം മുമ്പാണ് ആസാദിനെ പരിചയപ്പെടുന്നത്. ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഈ നമ്പർ ആസാദിൻ്റെ കിട്ടുന്നത്. സോ ഞാനത് അങ്ങനെ നമ്പർ കിട്ടി, ഞാൻ ആളെ കോൺടാക്റ്റ് ചെയ്യുകയുണ്ടായി. ആ കേസിൻ്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാൻ ആയിരുന്നു ഞാൻ വിളിച്ചിരുന്നു. ഒരു നമ്പർ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നെ ഒരു ഓൺലൈൻ ചാനലിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്തിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എൻ്റെ സുഹൃത്ത് എനിക്ക് ഈ നമ്പർ തരുന്നത്. അങ്ങനെ ഞാൻ ആസാദിനെ കോൺടാക്റ്റ് ചെയ്തു. എനിക്ക് സംശയം ഉണ്ടായിരുന്ന കാര്യങ്ങൾ ആസാദിൽ നിന്നും വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നീട് അങ്ങോട്ട് ആസാദ് എൻ്റെ ഫാമിലിപരമായ കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ ഡിവോഴ്സ്ഡാണ് എന്നുള്ളൊരു കാര്യം പുള്ളിക്കൊരു വ്യക്തത വന്ന ശേഷം പുള്ളി ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഒരു ഇത്. ആദ്യമൊക്കെ ഞാൻ പുള്ളിയുടെ ഫാമിലി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് ചോദിച്ച സമയത്ത് പുള്ളിക്ക് ഫാമിലി ഉണ്ട്, 2 പിള്ളേരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനിതൊന്ന് പിന്മാറി പോയ ആളാണ്. പക്ഷേ പുള്ളി എന്തോ ഞാൻ ഒറ്റയ്ക്കാണ് എന്നറിഞ്ഞത് കൊണ്ടിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഇനി അങ്ങോട്ട് തുടർന്ന് എല്ലാ കാര്യത്തിനും ഇനി ഒറ്റയ്ക്കല്ല, ഞാൻ കൂടെ ഉണ്ട് എല്ലാ കാര്യത്തിനും എന്ന് പറഞ്ഞിട്ട് പുള്ളി സംസാരിച്ച് അങ്ങനെ അതൊരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് തുടങ്ങി ഒരു അഫെയറിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ആ അഫെയർ അങ്ങനെ തുടർന്ന് പുള്ളിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഉണ്ടായത്. എപ്പോഴും ലൈഫ് ലോങ് ഈ റിലേഷൻ വേണം എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയിരുന്നു. അതിൽ പുള്ളി പറഞ്ഞു അങ്ങനെ വേണമെന്നുള്ളൊരു നിർബന്ധം പുള്ളിക്ക് ഉണ്ടായതുകൊണ്ട് പുള്ളി ലീഗലായിട്ട് മാരേജ് ചെയ്ത് ലൈഫ് ലോങ് ആരും അറിയാതെ കൊണ്ടു നടക്കാനായിരുന്നു പുള്ളിയുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നും പിന്മാറിയതോടെയാണ് താൻ പരാതി നൽകിയതെന്നും പണം നൽകിയതിനുൾപ്പെടെ കൃത്യമായ തെളിവുകളുണ്ടെന്നും യുവതി വ്യക്തമാക്കി. പോലീസ് കേസെടുത്തതിന് തനിക്ക് ഭീഷണി നേരിടുന്നതായും യുവതി പറഞ്ഞു. പിന്നീടെന്ന് പറഞ്ഞാൽ അതിന് ശേഷം പിന്നെ പുള്ളിക്ക് ഒരു വീട് പണിയുന്നുണ്ട്, പുതിയതായിട്ട് വീട് പണിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വലിയ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ആളൊന്നുമല്ല പുള്ളി. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പൈസയും കാര്യങ്ങളും പുള്ളി എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അത് പ്രകാരം കുറച്ച് പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുമല്ല പുള്ളി ഇപ്പോൾ റീസെൻ്റായിട്ട് പുള്ളിക്കൊരു നെഞ്ചുവേദന ഉണ്ടായി. അന്നേരം ഞങ്ങൾ വീട്ടിൽ പോയി കാണുകയും ഞാനും എൻ്റെ ഒരു സുഹൃത്തും വഴി വീട്ടിൽ പോയി കാണുകയും പുള്ളിക്ക് ക്യാഷായിട്ട് പൈസ അവിടെ നിന്ന് തന്നെ ഞാൻ അയച്ചു കൊടുക്കുകയും പിന്നെ ഗോൾഡ് ഉണ്ടായിരുന്നു, അത് പുള്ളിക്ക് അവിടെ വെച്ചിട്ട് തന്നെ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം ഊരി കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. തെളിവുണ്ട്, തീർച്ചയായിട്ടും തെളിവുണ്ട്. നിങ്ങളുടെ ഈ റിലേഷൻ അവരുടെ ഈ പറയുന്ന ആരോപണ വിധേയനായ ആ വ്യക്തിയുടെ വീട്ടിലറിയോ? അറിയാം. കാരണം ഞാൻ നല്ല രീതിക്കല്ല, പുള്ളി ഇതിനു മുമ്പും ഒത്തിരി പെൺകുട്ടികളുടെ വിഷയത്തിൽ പുള്ളി ഇടപെട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എവിടേക്കോ സംസാരത്തിലൊരു പൊരുത്തക്കേട് തോന്നിയ സമയത്ത് പുള്ളി ചാറ്റ് ചെയ്തും പുള്ളിയുടെ പിന്നീടുള്ള അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ വാച്ച് ചെയ്ത് വെച്ചിരുന്നു, സൂക്ഷിച്ച് വെച്ചിരുന്നു, തെളിവുകളായിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നു. അപ്പോൾ വീട്ടിൽ പോയ സമയത്ത്
വീട്ടിൽ പോകാൻ ഉണ്ടായിരുന്നൊരു സാഹചര്യം പുള്ളിയുടെ, അതായത് നിയമപരമായി കല്യാണം കഴിക്കുക എന്നുള്ളത്, പിന്നീട് പുള്ളി അതൊന്നും പിന്മാറുകയുണ്ടായി. ആ പിന്മാറിയപ്പോൾ ഞാൻ ഇത് വീട്ടിൽ അറിയിക്കുകയായിരുന്നു ചെയ്തത്. വീട്ടിൽ അറിയിച്ച സമയത്ത് വൈഫ്, ഉമ്മ, വാപ്പ, അതുപോലെ സിസ്റ്റർ ഉണ്ട്, അവരെല്ലാവരും ഇവൻ്റെ പാസ്റ്റ് ഉണ്ടായിട്ടുള്ള കഥകൾ മുഴുവൻ പറഞ്ഞു തരികയുണ്ടായി. അതായത് ഞാൻ ഒരാൾ മാത്രമല്ല, ഇതിനു മുമ്പും ഒരുപാട് സ്ത്രീകളായിട്ട് ഇതുപോലെ വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്, പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്, അപ്പോഴൊക്കെ വീട്ടുകാർ വാണിംഗ് കൊടുത്തിട്ടുള്ളതാണ് എന്നെല്ലാം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അറിയുകയുണ്ടായി. തിരൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രാദേശിക ചാനലിന്റെ സീനിയർ ക്യാമറാമാനാണ് ആസാദ്. സംഭവത്തെ തുടർന്ന് ഇയാളെ സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. ആസാദുമായുള്ള ഫോൺ സംഭാഷണവും വാട്സാപ്പ് ചാറ്റും പണം നൽകിയ രേഖകളും യുവതി പുറത്തുവിട്ടു. അതെ, ആ ഒരു ഉറപ്പുമ്മലാണ് കൂടുതലും പോയത്. കാരണം അങ്ങനെ ഒരു വാഗ്ദാനം പുള്ളി തരിക മാത്രമല്ല, പുള്ളി അത് സത്യം ചെയ്ത് കൂടെ തന്നിട്ടുള്ളതാണ്. ആ ഒരു ഉറപ്പുമ്മലാണ് നമ്മൾ പോയത്. അല്ലാതെ ഒരു കുറച്ച് നാളത്തെ ഒരു ബന്ധം വെച്ചിട്ട് നമ്മളൊരാളുടെ കൂടെ റൂം എടുത്തിട്ട് പോകാനൊന്നും നമ്മൾ തയ്യാറാവില്ല. അല്ലെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള എന്തെങ്കിലും ലക്ഷ്യം വേണം. എന്തെങ്കിലും പുള്ളി ഇപ്പം ആരോപിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ പൈസ തട്ടുകയാണ്, ആ ഒരു തരത്തിലാണ്. പക്ഷേ അതിന് പുള്ളിക്ക് എന്തെങ്കിലും ആദ്യം ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം. ഇപ്പോഴത്തെ ഒന്നും ഇല്ലാത്ത രീതിക്ക് നല്ല നിലയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ സ്ഥലത്തൊക്കെ പോയിട്ടുള്ളത്. ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് പോയിട്ടുള്ളത്. പോകാനുണ്ടായിരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ, പുള്ളി ആ ഫാമിലിയെ പറ്റി എന്നോട് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. 2, ഞാൻ ഡിവോഴ്സ്ഡ് ആണ്. എനിക്കും ആ ഫാമിലിയെ ഒഴിവാക്കിയിട്ട് എനിക്കൊരു റിലേഷൻഷിപ്പ് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവരെ അവിടെ സേഫായിട്ടിരിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം. ഞാനും ഇവിടെ സേഫാണ്. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഇല്ല, പോലീസുകാർ ഫുള്ളും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെന്താ വെച്ചാൽ, ഇവൻ ഈ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പിൻബലത്തിൽ പുള്ളി ഇപ്പോൾ മൂവ് ചെയ്യുന്നുണ്ട്. കേസുമായിട്ട് മുന്നോട്ട് പോയാൽ അതിൻ്റെ ഭവിഷ്യത്തിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും, കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ നമുക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ വെളിച്ചത്ത് വരാതെ സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ. 100% ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടാണ് ഇതുവരെ ആളുടെ അടുത്ത് നിന്നിട്ടുള്ളത്. എൻ്റെ ഭാഗം ന്യായമുള്ളത് കൊണ്ടിട്ടാണ്, അതിന് വ്യക്തമായ തെളിവുകളും നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടിട്ടാണ് നമ്മൾ ലീഗലായിട്ട് മൂവ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് മീഡിയയ്ക്ക് മുന്നിലും വന്നത്. യുവതിയെ പീഡിപ്പിച്ചിട്ടുള്ളത് കോട്ടക്കലിലും പാലക്കാടുമായതിനാൽ കേസ് അവിടങ്ങളിലെ പോലീസിന് കൈമാറിയതായി താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് അറിയിച്ചു. കേസിന്റെ തുടരന്വേഷണവും നടപടികളും സ്വീകരിക്കേണ്ടത് പ്രസ്തുത സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണെന്നും ഡിവൈഎസ്പി അറിയിച്ചു. അതേസമയം പ്രതി മലപ്പുറം കോടതിയിൽ ഹാജരാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. എം ഫെനൂസ്, മലപ്പുറം.